ദുബായ് റിയൽ എസ്റ്റേറ്റിൽ 3 തരം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് ഓഫ് പ്ലാൻ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ റെഡി ടു മൂവ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഷോർട്ട് ടൈം റെൻ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ നമ്മൾ മൊത്തത്തിൽ ഫോക്കസ് ചെയ്തേക്കുന്ന ഓഫ് പ്ലാൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഈ ഓഫ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് അവിടെ നമ്മൾ ഒരു റൈറ്റ് ഡെവലപ്പറെ കണ്ടുപിടിച്ച് അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് 1400 1300 ഒക്കെ ആയിരിക്കും നമ്മൾ എൻട്രി ചെയ്യുന്നത്. എൻട്രി ചെയ്തതിന് ശേഷം ഇത് റെഡി ടു മൂവിനാകുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് 2000 പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് വരെ പോകും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ 1 മില്യണിൽ നിന്ന് 1.3 മില്യൺ, അതുപോലെ തന്നെ 1.5 മില്യൺ ആ റേഞ്ചിൽ പോകും. സോ അപ്പം നമുക്ക് എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചിലപ്പോൾ പേയ്മെൻറ്റ് പ്ലാനിലായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം പോസ്റ്റ് ഹാൻഡ് ഓവർ ഉണ്ടെങ്കിൽ അങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ചില പേയ്മെൻറ്റ് പ്ലാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50-50 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 50 ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ മാത്രം കൊടുത്താൽ മതി. എത്ര കുറച്ച് കൊടുക്കുന്നോ അത്രയും ബെനിഫിറ്റാണ്. അപ്പോൾ അത് റെഡി ആകുമ്പോഴത്തേക്ക് എന്താവും, അത്യാവശ്യം ബെനിഫിറ്റിൽ കയറി പോവുകയും ചെയ്യും. അപ്പോൾ 50 കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടൽ 100% പ്രോപ്പർട്ടിയുടെ വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റും. സോ ഇതാണ് ഓഫ് പ്ലാനിലുള്ള ബെനിഫിറ്റ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം.